തിരൂർ നഗരസഭയിലെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് നിരാശാജനകവും ജനവിരുദ്ധവുമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഉൽപാദന മേഖലയിൽ ശ്രദ്ധ ചെലുത്താനോ ഊന്നൽ നൽകാനോ തിരൂർ നഗരസഭയുടെ ഈ ബജറ്റിന് സാധിച്ചിട്ടില്ല. നഗരസഭയുടെ തനത് നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ യാതൊരു ഇടപെടലും നടത്തുന്നതിനു വേണ്ടി നഗരസഭയുടെ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല എന്നതും നാം കാണേണ്ടതാണ്. ഇത്തരം ജനവിരുദ്ധ കാർഷിക വിരുദ്ധ നിലപാടുകളുള്ള നടപടികൾ എടുക്കുന്ന ഈ ബജറ്റിനെ നിഷ്കരണം തള്ളിക്കളയുന്നുവെന്ന് നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് പറഞ്ഞു. തിരൂർ നഗരസഭ ഭരണം നടത്തുന്ന UDF കൗൺസിലിന്റെ 5ാമത്തെ വാട്ടർ ബോംബാണ്. പൊള്ളയായ പ്രഖ്യാപനങ്ങൾക്കപ്പുറത്ത് ഈ നഗരം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിന് സഹായകരമാകുന്ന ഏതെങ്കിലും പദ്ധതികളോ പരിപാടികളോ ഇതിൽ പരാമർശിച്ചിട്ടില്ല. ആവർത്തന വിരസതയാണ് ബജറ്റ് അവതരണത്തിൽ ഉടനീളം നിഴലിച്ചിരുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ ബജറ്റ് എടുത്ത് പരിശോധിച്ചാൽ ആ ബജറ്റിൽ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന പരിശോധന നടത്തിയാൽ ബജറ്റിൽ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാനുള്ളതല്ല, അത് പ്രഖ്യാപനങ്ങളാണ് എന്ന സമീപനമാണ് ഈ കൗൺസിൽ സ്വീകരിക്കുന്നത്. പഴയ പലതും പേര് മാറ്റി പൊടിതട്ടി അവതരിപ്പിക്കുകയാണ്. ഇപ്പം നഗരത്തിൽ രൂക്ഷമായി വാഹനപ്പെരുപ്പം നേരിടുന്നു. ഈ കൗൺസിൽ അധികാരത്തിൽ വന്ന ഉടൻ പറഞ്ഞതാണ് അതിന് പാർക്കിംഗ് പ്ലാസ ഉണ്ടാക്കും, ടൗൺ ഹാളിന്റെ മുമ്പിൽ പാർക്കിംഗ് പ്ലാസ ഉണ്ടാക്കുമെന്ന് ആദ്യത്തെ ബജറ്റ് പറഞ്ഞു. അതിനുവേണ്ടി സ്ഥലപരിശോധന നടത്തി, മണ്ണ് പരിശോധന നടത്തി ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വരുത്തി എന്നുള്ളതല്ലാതെ പാർക്കിംഗ് പ്ലാസ വന്നില്ല. ആ പാർക്കിംഗ് പ്ലാസ വീണ്ടും പൊടിതട്ടി അവതരിപ്പിക്കുമ്പോൾ അതിനുവേണ്ടി പണം നീക്കി വെച്ചിട്ടുണ്ട്. ഇത് എവിടെ തുടങ്ങാൻ പോകുന്നുള്ളതിനെ സംബന്ധിച്ചോ ഇതിൻ്റെ സ്ഥലപരിശോധനയോ അതിൻ്റെ മറ്റ് സാങ്കേതികത്വങ്ങളോ ഒന്നും പരിശോധിച്ചിട്ടില്ല. ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയതാണ് സ്റ്റേഡിയത്തെ സംബന്ധിച്ച്. ഇനി കൗൺസിലിന് 3-4 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. പ്രഖ്യാപനം മാത്രമായി ജലരേഖയായി അതും മാറുകയാണ്. വിവിധ ഏജൻസികളിൽ നിന്ന്, അത് കേന്ദ്ര ഗവൺമെന്റ് ആവട്ടെ, സംസ്ഥാന സർക്കാർ ആകട്ടെ, മറ്റ് കാര്യാലയങ്ങളാവട്ടെ, അവിടങ്ങളിൽ നിന്നുള്ള പണം ഫലപ്രദമായും സമയബന്ധിതമായും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്ന പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല. എപ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഓരോ ഏജൻസിയും പണം അനുവദിക്കുന്നത് മുൻകാലങ്ങളിൽ അനുവദിച്ച പണം എങ്ങനെ ചിലവഴിച്ചു എന്ന പെർഫോമൻസിനെ ആധാരമാക്കിയാണ്. നിങ്ങൾ നോക്കൂ, കോടിക്കണക്കിന് രൂപ ലഭിച്ച വലിയ 2 പദ്ധതികൾ. അതിലൊന്നാണ് സ്ലോട്ടർ ഹൗസ്, ആധുനിക അറവുശാല. ആ പണം ചെലവഴിച്ചതിനകത്ത പാകപ്പിഴവുകൾ മൂലം അതിലെ ഉപകരണങ്ങൾ മുഴുവൻ ഉപയോഗശൂന്യമായി അതിൻ്റെ പണം തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് ഉറുപ്പ്യ നഗരസഭയ്ക്ക് അനുവദിച്ചതാണ്, പാഴാക്കി കളയാണ്. കോടിക്കണക്കിന് രൂപയുടെ അമൃത് പദ്ധതി, ആ പദ്ധതിയും ഈ കൗൺസിലിന്റെ കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും കമ്മീഷൻ ചെയ്ത് ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും എന്ന് പറയാൻ കഴിയുന്നില്ല. നഗരസഭാ സ്റ്റേഡിയത്തിന്റെ വികസനം കണ്ടിട്ടാണ് 10 കോടി രൂപ സർക്കാർ അനുവദിച്ചത്. നഗരസഭ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്, നഗരസഭ തയ്യാറാക്കി കൊടുത്ത ലേഔട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോ നഗരസഭ സ്റ്റേഡിയം നവീകരിക്കുമെന്ന് പറയുമ്പോൾ ആ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മിനിമം പ്ലാൻ അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? അങ്ങനെ ഉണ്ടല്ലോ, ഒരു നമ്മളെ ഒരു ചെറിയ വീട് പിന്നെ ഒന്ന് മേലേക്കെടുത്ത് പിന്നെ എക്സ്റ്റൻഷൻ വർക്ക് നടത്തുമ്പോഴുണ്ടാവില്ലേ, നമ്മളൊരു പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി അതിന് ഇത്ര ഉറുപ്പ്യ വരും, ഇന്ന രീതിയിൽ ഇത്ര മുറി എന്ന് പറയുന്നത് പോലെ അവിടെ എന്തെല്ലാമാണ് പിന്നെ നവീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പോലും വ്യക്തമല്ല. അപ്പൊ ഈ നിലയ്ക്ക് നഗരത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചും പറയുന്നില്ല. നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് മാലിന്യ സംസ്കരണ പദ്ധതികൾ. എല്ലാ നഗരസഭകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോവാം. ബജറ്റിൽ സംസ്ഥാന സർക്കാർ നിർബന്ധിത പദ്ധതികളായി സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തേണ്ട നിർബന്ധിത പദ്ധതികളായ പദ്ധതികൾ ഒഴികെ
പുതിയ ഒരു പദ്ധതിയും പ്രഖ്യാപിക്കാൻ UDF ഭരണസമിതിക്ക് ആയിട്ടില്ല എന്നും പ്രതിപക്ഷം ആരോപിച്ചു.